ഹായ്, ഞാൻ പ്രേം കൃഷ്ണൻ, കമ്പനി സെക്രട്ടറിയാണ്. ട്രിപ്പിൾ ഐ കൊമേഴ്സ് അക്കാഡമിയിലെ എറണാകുളം ട്രിവാൻഡ്രം ബ്രാഞ്ചസിലെ CA ഇൻ്ററിൻ്റെ ഫാക്കൽറ്റിയാണ്. ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന പേപ്പർ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ ഈ പേപ്പർ, അതായത് ഗ്രൂപ്പ് 1 പേപ്പർ നമ്പർ 2 കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ് എന്ന് പറയുന്ന പേപ്പർ, ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടുള്ള ഇൻട്രഡക്ഷൻ തരിക എന്നതാണ് ഇന്നത്തെ മെയിൻ അജണ്ട. ഓക്കെനാ? അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് എന്താണെന്നും ഈ സബ്ജക്റ്റിൽ നമുക്ക് എന്തിനെക്കുറിച്ചൊക്കെയാണ് പഠിക്കാനുള്ളതെന്നും പിന്നെ നമ്മുടെ ക്ലാസ്സസ് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഒരു 30 മിനിറ്റ്സ്, വരുന്നൊരു 30 മിനിറ്റിൽ നമുക്ക് ആ കാര്യങ്ങളെല്ലാം ഒന്ന് കവർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പേപ്പർ എന്ന് പറയുന്നത് 3 മൊഡ്യൂൾസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ആദ്യത്തെ 2 മൊഡ്യൂൾസിനകത്തും കമ്പനീസ് ആക്ടിനകത്തുള്ള കുറേ സെക്ഷൻസാണ്. ഓക്കെ, കമ്പനീസ് ആക്ടിനകത്ത് ശരിക്കും പറഞ്ഞാൽ 29 ചാപ്റ്റേഴ്സ് ഉണ്ടാവും. എല്ലാം കൂടി 470 സെക്ഷൻസ് പഠിക്കാനുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇൻ്റർ ലെവലിൽ സെക്ഷൻ 1 മുതൽ സെക്ഷൻ 148 വരെയാണ് പഠിക്കാനുള്ളത്. അതുകൂടാതെ ഫോറിൻ കമ്പനീസ് എന്ന് പറഞ്ഞ് വേറൊരു ചാപ്റ്ററും കൂടി, ഒരു 10-11 സെക്ഷൻസ് അടങ്ങുന്ന വേറൊരു ചാപ്റ്ററും കൂടി ഉണ്ടാവും. ബാക്കി സെക്ഷൻസ് നിങ്ങൾ പഠിക്കുന്നത് എപ്പോഴാ ഫൈനലിലേക്ക് കയറുമ്പോൾ ബാക്കി സെക്ഷൻസ് പഠിക്കും. അപ്പോൾ കമ്പനീസ് ആക്ട് ശരിക്കും പറഞ്ഞാൽ പാർട്ടായിട്ടാണ് CAക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ ഒരു ഹാഫ് ഇപ്പോൾ ഇൻ്ററിൽ പഠിക്കും, ബാക്കി ഹാഫ് ഫൈനലിൽ പഠിക്കും. ഓക്കെനാ? അപ്പോൾ കമ്പനികളുടെ ബേസിക്സ് എല്ലാം ഇവിടെ തന്നെ നമ്മുടെ ഇൻ്ററിൽ തന്നെ കവറായി പോകും. ഓക്കെനാ? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്നാമത്തെ മൊഡ്യൂളിലേക്ക് പോവാം. ഓക്കെ, ആദ്യത്തെ മൊഡ്യൂളിനകത്ത് 6 ചാപ്റ്റേഴ്സാണ് കവർ ചെയ്തിരിക്കുന്നത്. കണ്ടായിരുന്നോ? 6 ചാപ്റ്റേഴ്സ് കണ്ടായിരുന്നോ? ഇതിൽ ഒന്നാമത്തെ ചാപ്റ്റർ, അതായത് പ്രിലിമിനറി എന്ന് പറയുന്ന ചാപ്റ്റർ, അതിനകത്ത് നമ്മുടെ കമ്പനീസ് ആക്ടിനകത്തുള്ള കുറേ വേർഡ്സിൻ്റെ ഡെഫിനിഷൻസ് ഉണ്ട്. ഈ ഡെഫിനിഷൻസ് എല്ലാം തന്നിരിക്കുന്ന 2ാമത്തെ സെക്ഷനകത്താണ്. ആ ഡെഫിനിഷൻസ് എന്തൊക്കെയാണെന്ന് ഒരു ലിസ്റ്റാണ് പ്രിലിമിനറി എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. അതായത് സെക്ഷൻ 2 കുറേ ക്ലോസസ് തന്നിട്ടുണ്ടാവും. അതിനകത്തൊക്കെ പല വാക്കുകളുടെയും ഡെഫിനിഷൻസാണ്. ഈ ഡെഫിനിഷൻസ് എല്ലാം കൂടി ഒരു ചാപ്റ്ററിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്നു. അതാണ് പ്രിലിമിനറി എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെനാ? ഇതിനകത്ത് എല്ലാ ഡെഫിനിഷൻസും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഡെഫിനിഷൻസ് ഉണ്ട്. അതിൻ്റെ കോൺസെപ്റ്റും അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും എല്ലാം ക്ലിയർ ആയിട്ട് പഠിച്ചു പോകണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിനകത്ത് നിന്ന് വരാറുണ്ട്. ഓക്കെ, അതുപോലെ ഈ 2ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി. അതായത് നമ്മൾ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ രജിസ്റ്റർ ചെയ്യാന്നാണ് മീനിങ്. ഓക്കെ, ഒരു കമ്പനിയെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് എവിടെയാണ്? മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഈ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ കീഴിലാണ് നമ്മൾ കമ്പനികളെ രജിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കമ്പനിയെ എങ്ങനെയാണ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യുന്നതെന്നും ആ രജിസ്ട്രേഷൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തൊക്കെ നിയമങ്ങൾ നമ്മൾ പാലിക്കാനുണ്ടെന്നുമുള്ളതെല്ലാം ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്ന ചാപ്റ്ററിൽ കവറാവും. അതായത് അതിനകത്ത് സെക്ഷൻ 3 മുതൽ 22 വരെയാണ് പഠിക്കാനുള്ളത്. ഓക്കെയാണോ? കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. കമ്പനിയുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ബോർഡ് വയ്ക്കണം. ആ ബോർഡിൽ കമ്പനിയുടെ പേരും അഡ്രസ്സും ഉണ്ടാവണം. അതേപോലെ മിനിമം ഇത്ര മെമ്പേഴ്സ് ഉണ്ടാവണം. ഈ മിനിമം മെമ്പേഴ്സ് ഇല്ലാതായാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. പിന്നെ കമ്പനിയുടെ ബേസിക് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, മെമ്മറാൻഡം, ആർട്ടിക്കിൾസ്, ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സിനെ കുറിച്ചൊക്കെ പഠിക്കും. അതുപോലെ തന്നെ ഈ മെമ്മറാൻഡവും ആർട്ടിക്കിൾസും എല്ലാം ഓൾട്ടർ ചെയ്യുന്നത് എങ്ങനെയാണ്. ഇങ്ങനെ ബേസിക് ആയിട്ട് ഒരു കമ്പനി തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, അതിനുശേഷം പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതിനകത്ത് സെക്ഷൻ 23 മുതൽ 42 വരെ പഠിക്കാനുണ്ട്. നിങ്ങൾ പബ്ലിക് ഇഷ്യൂ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പബ്ലിക് ഇഷ്യൂ കേട്ടിട്ടുണ്ടോ? പബ്ലിക് ഇഷ്യൂ എന്ന് കേട്ടിട്ടുണ്ടോ? IPO, FPO എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഒരു കമ്പനി ഫണ്ട് റേസ് ചെയ്യാനായിട്ട് ആളുകൾക്ക് ഷെയർ ഇഷ്യൂ ചെയ്യും. ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണല്ലോ ഫണ്ട് റേസ് ചെയ്യണേ അല്ലേ? ഈ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പം മെയിനായിട്ട് 2 മെത്തേഡ്സാണ് കമ്പനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഒന്ന് പബ്ലിക് ഇഷ്യൂ, പിന്നൊന്ന് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. ഇങ്ങനെ 2 രീതിയിലാണ് ഒരു കമ്പനി ഷെയർസ് ആൾക്കാർക്ക് ഇഷ്യൂ ചെയ്യണേ. ഓക്കെയാണോ? അതിൽ ഈ പബ്ലിക് ഇഷ്യൂ എന്ന് വെച്ചാൽ എന്താ? പബ്ലിക് ഇഷ്യൂ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു സാധാരണ കമ്പനി, ഹോണ്ട എന്ന് പറയുന്ന ഒരു കമ്പനി എടുത്തോ. ഓക്കെ, ഈ ഹോണ്ട കമ്പനി അവരുടെ കാർ എങ്ങനെയാണ് ആൾക്കാർക്ക് വിൽക്കുന്നത്? നിങ്ങൾക്കറിയാം, ഹോണ്ട കമ്പനി ഒരു പുതിയ കാർ ഇറക്കിയിട്ടുണ്ടെങ്കിൽ പരസ്യം ചെയ്യും
അല്ലേ? ഈ പരസ്യം എവിടെയൊക്കെ കാണും? നിങ്ങൾ ന്യൂസ് പേപ്പറിൽ ഈ പരസ്യം കാണുന്നുണ്ടാവും, ഇൻസ്റ്റാഗ്രാമിൽ റീല് കാണുന്നുണ്ടാവും, അല്ലേ? നിങ്ങളുടെ ടെലിവിഷനിൽ ഇത് വരുന്നുണ്ടാവും, വഴിയെ പോകുമ്പോൾ ഹോർഡിങ്സ് ഉണ്ടാവും. ഇങ്ങനെ ഹോണ്ട കമ്പനി പരസ്യങ്ങൾ പല സ്ഥലത്തായിട്ട് കൊടുക്കും. ഈ പരസ്യങ്ങൾ ആരാ കാണുന്നത്? ജനറൽ പബ്ലിക് കാണും, അല്ലേ? ഈ പരസ്യം കാണുന്ന പബ്ലിക്കിനകത്തുള്ള ആർക്ക് വേണമെങ്കിലും വന്ന് കാറ് മേടിച്ചൂടെ? മേടിക്കാമല്ലോ, പൈസ ഉണ്ടെങ്കിൽ. അതേപോലെ ഒരു കമ്പനിയുടെ ഷെയർ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി കമ്പനിയുടെ ഷെയർ ആളുകൾക്ക് ഇഷ്യൂ ചെയ്യുക. ഓക്കേണോ? അതായത് നേരത്തെ പരസ്യം ചെയ്തതിന് പകരം ഇവിടെ പ്രോസ്പെക്ടസ് എന്ന് പറയുന്ന റിട്ടേൺ ഫോമിലുള്ളൊരു ഡോക്യുമെൻ്റ്, അതാണ് ഇവിടെ പരസ്യം. ഈ പ്രോസ്പെക്ടസ് കമ്പനി പബ്ലിക്കിലേക്ക് ഇറക്കുന്നു. പബ്ലിക് എല്ലാവരും ഇത് വായിക്കുന്നു. കമ്പനിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ പ്രോസ്പെക്ടസിനകത്തുണ്ടാവും. ഇത് വായിച്ചു കഴിയുമ്പോൾ കമ്പനിയുടെ ഷെയർ മേടിക്കാൻ താല്പര്യമുള്ള പബ്ലിക്കിനകത്തുള്ള ആർക്ക് വേണമെങ്കിലും കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ വന്ന് ഷെയർ മേടിക്കാം. ഈ രീതിയിൽ ഷെയർ ഇഷ്യൂ ചെയ്ത് ഫണ്ട് റേസ് ചെയ്താൽ അതിനെ പബ്ലിക് ഇഷ്യൂ എന്ന് പറയും. ഓക്കേണോ? എന്നാൽ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? അടുത്തൊരു മെത്തേഡാ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. അതെന്തായിരിക്കുമോടാ? ഈ പബ്ലിക്കിനകത്ത് തന്നെ നമ്മുടെ കമ്പനി കുറച്ച് ആളുകളെ സെലക്ട് ചെയ്യൂടാ. ആർക്ക് വേണമെങ്കിലും മേടിക്കുക എന്നുള്ളതാണ് പബ്ലിക് ഇഷ്യൂ. ഇവിടെ പബ്ലിക്കിനകത്ത് കുറച്ച് ആളുകളെ നമ്മുടെ കമ്പനി സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തിട്ട് ആ സെലക്ട് ചെയ്ത ആളുകൾക്ക് കമ്പനി അവരുടെ അഡ്രസ്സിലേക്ക് ഓഫർ ലെറ്റർ അയച്ചു കൊടുക്കും. ഓക്കേണോ? ഈ ഓഫർ ലെറ്റർ കിട്ടുന്നവർക്ക് മാത്രം താല്പര്യമുണ്ടെങ്കിൽ വന്ന് ഷെയർ മേടിക്കാം. ഈ രീതിയിൽ ഷെയർ ഇഷ്യൂ ചെയ്താൽ അതിനെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് വിളിക്കും. ഓക്കേണോ? അപ്പോൾ കമ്പനിക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാൻ, സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാനായിട്ട് മെയിനായിട്ടുള്ള 2 മെത്തേഡ്സ് ആണിത്. ഒന്ന് പബ്ലിക് ഇഷ്യൂ, ആർക്ക് വേണമെങ്കിലും മേടിക്കാം. 2 പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, കമ്പനി സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം താല്പര്യമുണ്ടെങ്കിൽ മേടിക്കാം. ഓക്കേണോ? ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോണത് എന്താണെന്നറിയോ? പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി. ഇതിൽ സെക്ഷൻ 23 മുതൽ 40 വരെയും പബ്ലിക് ഇഷ്യൂവിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. സെക്ഷൻ 42 പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിനെ കുറിച്ച് പഠിക്കും. കേൾക്കുന്നുണ്ടോ? പിന്നെ അടുത്ത ചാപ്റ്റർ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഇതിൽ കമ്പനിയുടെ ഷെയർസിനെ കുറിച്ച്, കമ്പനിക്ക് പലതരത്തിലുള്ള ഷെയർസ് ഉണ്ടല്ലോ. ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, അല്ലേ? ഈ ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും തന്നെ പല ടൈപ്പ് ഉണ്ട്. ഈ ഷെയറൊക്കെ ഇഷ്യൂ ചെയ്യുന്ന എന്തിനാ? ഫണ്ട് റേസ് ചെയ്യാനാണ്, അല്ലേ? അപ്പോൾ കമ്പനിയുടെ ടൈപ്പ് ഓഫ് ഷെയർസ് എന്തൊക്കെയാണ്, ഈ ഷെയർസ് മേടിക്കുന്നവരുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്, ഈ റൈറ്റ്സിൽ കമ്പനിക്ക് പിന്നീട് മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ക്യാപിറ്റലിൽ പഠിക്കും. പിന്നെ കൂടാതെ നമുക്ക് പല തരത്തിലുള്ള ഇഷ്യൂ ഉണ്ടാവും. ഈ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ പല തരത്തിലുള്ള ഷെയർ ഇഷ്യൂ ഉണ്ടാവും. ബോണസ് ഇഷ്യൂ, റൈറ്റ്സ് ഇഷ്യൂ, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഇഷ്യൂ ഉണ്ട്. പിന്നെ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ. അപ്പം അങ്ങനെ ഷെയർസ് പലതരത്തിൽ ഇഷ്യൂ ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കമ്പനീസ് ആക്ടിലെ നിയമങ്ങളും ഈ ചാപ്റ്ററിൽ പഠിക്കും. അതുപോലെ ഡിബഞ്ചേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? കടപ്പത്രം. ഡിബഞ്ചേഴ്സ് എന്ന് വെച്ചാൽ എന്താ? കമ്പനി ഫണ്ട് റേസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു ഇൻസ്ട്രുമെൻറ്റാണ് കടപ്പത്രം. ഓക്കേണോ? ഈ ഡിബഞ്ചേഴ്സും ഇഷ്യൂ ചെയ്യാനായിട്ട് അതിൻ്റേതായിട്ടുള്ള കണ്ടീഷൻസ് കമ്പനീസ് ആക്ടിൽ തന്നിട്ടുണ്ട്. ഇത്രയുമാണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഓവർവ്യൂ. ഇത്രയും കാര്യങ്ങളാണ് അവിടെ പഠിക്കാനുള്ളത്. ഓക്കേണോ? ആ ചാപ്റ്ററിൽ നമുക്ക് സെക്ഷൻ 43 മുതൽ 71 വരെ പഠിക്കാനുണ്ട്. ഓക്കെ, 72 വരെ, സോറി. ഓക്കെ, ഇനി അടുത്തത് ഡെപ്പോസിറ്റ്സ്, അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ബൈ കമ്പനി എന്ന് പറയുന്ന ചാപ്റ്റർ. ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? കമ്പനിക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വേറൊരു മെത്തേഡാണ് ഈ ഡെപ്പോസിറ്റ് സ്വീകരിക്കുക എന്ന് പറയണത്. അതായത് സാധാരണ ബാങ്കുകളെ എന്താ ചെയ്യണേ? ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി ആളുകളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ്സ് മേടിക്കത്തില്ലേ? പലതരത്തിലുള്ള ഡെപ്പോസിറ്റ്സ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെക്കറിങ് ഡെപ്പോസിറ്റ്, സേവിങ്സ് ഡെപ്പോസിറ്റ്, ഇങ്ങനെ പലതരത്തിലുള്ള ഡെപ്പോസിറ്റ്സ് ബാങ്കുകൾ മേടിക്കാറില്ലേ? അതേപോലെ ഇന്ത്യയിലുള്ള സാധാരണ കമ്പനികൾക്കും മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യാം, ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പറ്റും, ബാങ്ക് ചെയ്യുന്നത് പോലെ. ഈ ഡെപ്പോസിറ്റ്സിന് ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും. അധികം നേരം ഒന്നും നാളൊന്നും കാണത്തില്ല. മാക്സിമം ഒരു 36 മാസം വരെ മെച്യൂരിറ്റി പീരീഡ് കമ്പനി വയ്ക്കും. ഈ മെച്യൂരിറ്റി പീരീഡ് എത്രയാണോ അത് കഴിയുമ്പോൾ കമ്പനി ഈ ആളുകളുടെ പൈസ എല്ലാം ഇൻട്രസ്റ്റ് അടക്കം റീപേ ചെയ്യും. ഓക്കേണോ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കുക എന്ന് വെച്ചാൽ ബാങ്കുകൾ ചെയ്യുന്നത് പോലെ കമ്പനികൾക്കും മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും ഷോർട്ട് ടേം ഫണ്ട്സ് മേടിക്കാം. മാക്സിമം 36 മാസം വരെ മെച്യൂരിറ്റി. ഓക്കേണോ? അങ്ങനെ ഷോർട്ട് ടേം ഫണ്ട്സ് മേടിച്ചിട്ട് ഈ മെച്യൂരിറ്റി പീരീഡ് കഴിയുമ്പം ഇൻട്രസ്റ്റ് അടക്കം കമ്പനി പൈസ തിരിച്ചു കൊടുക്കുന്നു. ഇതാണ് ഡെപ്പോസിറ്റ്. ഓക്കേണോ? ഈ ഡെപ്പോസിറ്റ് കമ്പനി അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, ആൾക്കാരുടെ നിന്ന് മേടിക്കുമ്പോൾ പാലിക്കേണ്ട കുറേ കണ്ടീഷൻസും മാക്സിമം ലിമിറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോണേ. ഓക്കെ, ചെറിയ ചാപ്റ്ററാണ്. ചെറിയ ചാപ്റ്റർ എന്ന് വെച്ചാൽ ഒരു ദിവസം എടുക്കും അത് എടുക്കാനായിട്ട്. സെക്ഷൻ 73 മുതൽ 76A വരെ.
ഓക്കെ. പിന്നെ ചാർജസ്, രജിസ്ട്രേഷൻ ഓഫ് ചാർജസ് എന്ന് വെച്ചാൽ എന്താടോ? എടാ കമ്പനി ലോൺ എടുക്കില്ലടാ, ലോണ് ഉറപ്പായിട്ട് ലോൺ എടുക്കും. ഫണ്ട് റേസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് ഡെറ്റ്, ലോൺ അല്ലേ? ഈ ലോൺ എടുക്കുമ്പോൾ കമ്പനിയുടെ അസറ്റ്സ് സെക്യൂരിറ്റി ആയിട്ട് ബാങ്കിന് എഴുതി കൊടുക്കും. ബാങ്കിന് ഒരു ഉറപ്പ് വേണ്ടടാ ഈ പൈസ തിരിച്ച് കിട്ടുന്നു അല്ലേ? അപ്പോൾ അതിന് വേണ്ടി കമ്പനിയുടെ അസറ്റ്സ് സെക്യൂരിറ്റി ആയിട്ട് ബാങ്കിന് എഴുതി കൊടുക്കും. ഓക്കെയാണോ? അങ്ങനെ അസറ്റ്സ് സെക്യൂരിറ്റി വച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ അസറ്റ് ബാധ്യതയുള്ള അസറ്റായില്ലേ? ആ അസറ്റിൻ്റെ ഡീറ്റെയിൽസും ആ സെക്യൂരിറ്റി വെച്ചതിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ കമ്പനി മിനിസ്ട്രിയെ അറിയിക്കണം. ഓക്കെയാണോ? ഈ അസറ്റ് സെക്യൂരിറ്റി ആയിട്ട് വയ്ക്കുന്നതുമായിട്ട് കമ്പനീസ് ആക്ടിനകത്തുള്ള നിയമങ്ങളാണ് രജിസ്ട്രേഷൻ ഓഫ് ചാർജസ്. ചാർജസ് എന്ന് വെച്ചാൽ അസറ്റ് സെക്യൂരിറ്റി ആയിട്ട് ക്രെഡിറ്ററിന് കൊടുക്കുമ്പോൾ ആ അസറ്റിൻ്റെ മേൽ ക്രെഡിറ്ററിന് നമ്മൾ 1-2 അവകാശങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ ഈ പൈസ തിരിച്ചടച്ചില്ലെങ്കിൽ ക്രെഡിറ്ററിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലാൻഡ് എടുത്ത് വിറ്റ് അവൻ്റെ പൈസ എടുത്തിട്ട് പോകാൻ പറ്റും അല്ലേ? അങ്ങനെ അസറ്റിൻ്റെ മേൽ ക്രെഡിറ്ററിന് അവകാശം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിനെ അറിയിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചാർജസ്. സെക്ഷൻ 77 മുതൽ 87 വരെ. ഓക്കെയാണോ? ഇത്രയുമാണ് മൊഡ്യൂൾ 1 പഠിക്കാനുള്ളത്. ഓക്കെ. ഇനി മൊഡ്യൂൾ 2 എന്താണോ ഉള്ളത്? അതിനകത്ത് 1, 2, 3, 4, 5 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. ഓക്കെ. മൊഡ്യൂൾ 2 ആദ്യത്തെ ചാപ്റ്റർ നമ്പർ 7 മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ. മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മുടെ കമ്പനിയിൽ ജനറൽ മീറ്റിംഗ്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജനറൽ മീറ്റിംഗ്സ് എന്ന് വെച്ചാൽ ആരുടെ മീറ്റിംഗാണ്? കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ മീറ്റിങ്ങിനെയാണ് ജനറൽ മീറ്റിംഗ്സ് എന്ന് പറയണേ. ഓക്കെയാണോ? ഓണേഴ്സ് ഇല്ലടാ, മെമ്പേഴ്സ്, അവരുടെ മീറ്റിങ്ങിനെയാണ് ജനറൽ മീറ്റിംഗ് എന്ന് പറയണേ. ഓക്കെ. ഈ ജനറൽ മീറ്റിംഗ് നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രൊവിഷൻസ് ആണ് ഇതെന്താ വായിൽ നിൽക്കാത്ത മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെയാണോ? അതായത് 2 ടൈപ്പ് ജനറൽ മീറ്റിംഗ് ഉണ്ട്. AGM, EGM, ആനുവൽ ജനറൽ മീറ്റിംഗ്, എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. അപ്പോൾ ഇതൊക്കെ നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതിനെങ്ങനെയാണ് മെമ്പേഴ്സിന് നോട്ടീസ് അയക്കേണ്ടത്? എത്ര പേര് ഈ മീറ്റിങ്ങിന് വന്നാലാണ് നമുക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്? ഈ മീറ്റിംഗ് ആരാണ് ലീഡ് ചെയ്യുന്നത്? ഒരാൾ ലീഡ് ചെയ്യാൻ വേണ്ടടാ, എങ്കിലല്ലേ പ്രോപ്പറായിട്ട് നടക്കത്തുള്ളൂ അല്ലേ? ആരാണ് ലീഡ് ചെയ്യേണ്ടത്? ഈ മീറ്റിങ്ങിന് വോട്ടിംഗ് നടത്തുമ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് വോട്ടിംഗ് നടത്താൻ പറ്റും? അതേപോലെ റെസൊല്യൂഷൻസ് പാസ്സാക്കുന്നത് എങ്ങനെയാണ്? റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ ഡിസിഷൻസ് എടുക്കുന്നത് എങ്ങനെയാണ്? പിന്നെ ഈ മീറ്റിങ്ങിൽ എടുക്കുന്ന ഡിസിഷൻസിന് നമ്മൾ എവിഡൻസ് കീപ്പ് ചെയ്യണ്ടേ? എവിഡൻസ് കീപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് സെക്ഷൻസ് കവർ ചെയ്യും. അതായത് സെക്ഷൻ 88 മുതൽ 122 വരെ ഈ ചാപ്റ്ററിൽ കവറാവും. ഓക്കെയാണോ? പിന്നെ ഡിക്ലറേഷൻ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ്. നിങ്ങൾക്ക് ഈ കമ്പനിയിലോ പേപ്പറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന്, അതായത് ഈ കുറച്ച് നാളായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത്, അതായത് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ചാപ്റ്റർ 8, 9, 10 ആണ് കമ്പനി ലോയിൽ. അതായത് നമ്മുടെ ഡിവിഡൻറ്റ്, അക്കൗണ്ട്സ്, ഓഡിറ്റ്, ഈ 3 ചാപ്റ്റേഴ്സ് നല്ല രീതിയിൽ തന്നെ പഠിച്ചിരിക്കണം. ഓക്കെ. അപ്പോൾ ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻറ്റ് എന്ന് വെച്ചാൽ എന്താണോ അറിയാം? ഡിവിഡൻറ്റ് എന്താണെന്ന് അറിയാം. എന്താണ് ഡിവിഡൻറ്റ്? കമ്പനിയുടെ മെമ്പേഴ്സ് കാശ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുമല്ലേ? ആ കാശ് ഉപയോഗിച്ച് കമ്പനി ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ? ആ പൈസ ഉണ്ടാക്കിയതിൻ്റെ ബെനിഫിറ്റ് കാശ് തന്ന മെമ്പേഴ്സിന് തിരിച്ചു കൊടുക്കണ്ടേ അല്ലേ? തിരിച്ചു കൊടുക്കുന്ന റിട്ടേണിനെയാണ് ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ആ ഡിവിഡൻറ്റ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഡിവിഡൻറ്റ് എവിടെ വെച്ചിട്ടാണ് കൊടുക്കണമെന്ന് അറിയോ? നമ്മുടെ ആനുവൽ ജനറൽ മീറ്റിംഗ് നടക്കൂലേടാ, മെമ്പേഴ്സിൻ്റെ മീറ്റിംഗ്. ഈ AGM വെച്ചിട്ട് മെമ്പേഴ്സ് തന്നെ തീരുമാനിച്ച് എടുത്തിട്ട് പോകുന്ന ഡിവിഡൻ്റാണ് ഫൈനൽ ഡിവിഡൻറ്റ്. ഓക്കെയാണോ? അപ്പോൾ ഈ ഡിവിഡൻറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ്, ആ വക കാര്യങ്ങളെല്ലാം നമ്മൾ ചാപ്റ്റർ 8 പഠിക്കും. ഓക്കെയാണോ? മാക്സിമം എത്ര ഡിവിഡൻറ്റ് കൊടുക്കാം? കമ്പനി നഷ്ടത്തിലാണെങ്കിൽ ഡിവിഡൻറ്റ് കൊടുക്കാൻ പറ്റുമോ? ഇനി ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്താൽ തന്നെ ചില ആളുകളുടെ പൈസ ചിലപ്പോൾ കമ്പനിക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ജെന്യുവിനായിട്ടുള്ള റീസൺസ് ഉണ്ടാവും. ഇപ്പം ഞാൻ ആ കമ്പനിയുടെ മെമ്പറാണ്, എൻ്റെ അഡ്രസ്സോ എൻ്റെ ഐഡൻറ്റിറ്റിയോ ഒന്നും കമ്പനിയുടെ കയ്യിൽ ഉണ്ടാവത്തില്ല, അതുകൊണ്ട് എനിക്ക് ഡിവിഡൻറ്റ് തരാൻ പറ്റുന്നില്ല. അങ്ങനെ ആർക്കെങ്കിലും ഡിവിഡൻറ്റ് കൊടുക്കാൻ പറ്റാതെ ഉണ്ടെങ്കിൽ ആ കാശ് എന്താണ് ചെയ്യേണ്ടത്? പിന്നെ ഈ ചാപ്റ്ററിനകത്ത് പറയുന്ന രീതിയിൽ എല്ലാം കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അതിനുള്ള പെനാൽറ്റി എന്താണ്? ഡിവിഡൻറ്റ് മനഃപൂർവ്വം കൊടുക്കാതിരുന്നാലുള്ള പെനാൽറ്റി എന്താണ്? അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചാപ്റ്റർ 8. ഓക്കെ. അടുത്തത് അക്കൗണ്ട്സ്, നിങ്ങളുടെ സ്വന്തം ചാപ്റ്റേഴ്സ്. എല്ലാ കമ്പനിയും നിർബന്ധമായിട്ടും അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം. ഈ അക്കൗണ്ട്സ് എങ്ങനെ കീപ്പ് ചെയ്യണം
എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ അക്കൗണ്ട്സ് കീപ്പ് ചെയ്തിട്ട് അത് എല്ലാ മെമ്പേഴ്സിനും അയച്ചു കൊടുക്കണം അല്ലേ? മെമ്പേഴ്സ് അല്ലയുടെ ഓണേഴ്സ്, അപ്പോൾ അവരെ അക്കൗണ്ട്സ് അയച്ചു കൊടുക്കണ്ടേ, അവരെ അറിയിക്കണ്ടേ, ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ അവർ അറിയണ്ടേ. അപ്പോൾ എല്ലാ മെമ്പേഴ്സിനും എങ്ങനെയാണ് അയച്ചു കൊടുക്കേണ്ടത്, എന്നിട്ട് ഇത് നമ്മൾ മിനിസ്ട്രിക്ക് അയച്ചു കൊടുക്കണം. മിനിസ്ട്രിക്ക് അയച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണ്, ഏത് ഫോമിലാണ്, എപ്പോഴാണ് ഇത് ഫയൽ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കും. ഓക്കെ ഓക്കെ. പിന്നെ ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ്. ഓഡിറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ? ബേസിക്കലി ഓഡിറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ അക്കൗണ്ട്സ് കമ്പനിയിൽ പ്രിപ്പയർ ചെയ്യത്തില്ലേ, ഈ അക്കൗണ്ട്സ് നിങ്ങളാരാ പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് വന്ന് ഓരോ കമ്പനികളുടെയും അക്കൗണ്ട്സ് വെരിഫൈ ചെയ്യും. അതിനകത്ത് ഫ്രോഡ് വല്ലതും നടന്നിട്ടുണ്ടോ, പ്രോപ്പറായിട്ടാണോ ഈ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നത്, കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്ത് ഫ്രോഡ് വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യും. അതിനെയാണ് ഓഡിറ്റിംഗ് എന്ന് ബേസിക്കലി പറയണേ. ഓക്കെയാണോ? അപ്പോൾ ഈ ഓഡിറ്ററായിട്ട് ആരെ അപ്പോയിൻറ്റ് ചെയ്യണേ? പ്രാക്ടീസിങ് CA-കാരെയാണ് അപ്പോയിൻറ്റ് ചെയ്യണേ അല്ലേ? അപ്പോൾ ഈ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കാര്യവും, ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഈ ഓഡിറ്ററിനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട്. സ്ഥിരമായിട്ട് നമ്മൾ ഒരാളെ തന്നെ ഓഡിറ്ററായിട്ട് വയ്ക്കാൻ പറ്റത്തില്ല, മാറ്റിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഓഡിറ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്ന പ്രൊവിഷൻസ്, ആരെയൊക്കെ നമ്മൾ ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കും. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിനെ കുറിച്ചാണ് മെയിനായിട്ട് പഠിക്കുന്നത്. ഓക്കെ, എന്നിട്ട് അവസാനം കോസ്റ്റ് ഓഡിറ്റ്, CMA-കാരുടെ ഓഡിറ്റ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ചും ഈ ചാപ്റ്ററിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പം അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ്, ഡിവിഡൻഡ് സെക്ഷൻസ് പറഞ്ഞില്ല അല്ലേ? ഡിവിഡൻഡ് സെക്ഷൻ 123 മുതൽ 126A വരെ, 127 വരെ. പിന്നെ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് സെക്ഷൻ 128 മുതൽ 138 വരെ. ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് 139 മുതൽ 148 വരെ. ഇത്രയാണ് പഠിക്കുന്നത്. പിന്നെ പുതിയ സിലബസ് വന്ന സമയത്ത്, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പുതിയ സിലബസ് വന്നു. പുതിയ സിലബസ് വന്ന സമയത്ത് കമ്പനികളിൽ ആഡ് ചെയ്ത പുതിയൊരു ചാപ്റ്ററാണ് കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. എന്ന് വെച്ചാൽ ഫോറിൻ കമ്പനീസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് നമ്മൾ ഇന്ത്യക്ക് പുറത്ത് രജിസ്റ്റർ ചെയ്തിട്ടേ, ഇന്ത്യയിലല്ല, ഇന്ത്യക്ക് പുറത്ത് ഏതോ ഒരു രാജ്യത്ത് അവിടുത്തെ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തൊരു കമ്പനി, അവർ ഇന്ത്യക്കുള്ളിൽ വന്ന് ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അവർ പാലിക്കേണ്ട കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള കണ്ടീഷൻസ് എല്ലാം ഈ ചാപ്റ്ററിനകത്ത് പഠിക്കും. ഈ ചാപ്റ്ററിലും സെക്ഷൻ 379 മുതൽ 392 വരെ പഠിക്കാനുണ്ട്. ഇത്രയുമാണ് കമ്പനി ലോ. ഓക്കെയാണോ? ഇത്രയാണെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ജസ്റ്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഇതൊക്കെ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പഠിക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് മൊഡ്യൂൾ 3, മൂന്നാമത്തെ മൊഡ്യൂളിൽ നിങ്ങളുടെ 12th ചാപ്റ്റർ ഉണ്ടേ. 11 ചാപ്റ്റർ കഴിഞ്ഞ് 12ാമത്തെ ചാപ്റ്റർ മൂന്നാമത്തെ മൊഡ്യൂളിലാണ് തന്നിരിക്കുന്നത്. അതിൽ LLP എന്ന് പറയുന്ന ചാപ്റ്ററാണ് 12th ചാപ്റ്റർ. അതായത് LLP എന്ന് വെച്ചാൽ എന്താണോ, ഒരു കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഒരാളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടാവും. ആർട്ടിഫിഷ്യൽ പേഴ്സൺ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ലിമിറ്റഡ് ലയബിലിറ്റി, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടാവും. ആ ഫീച്ചേഴ്സൊക്കെ കമ്പനിക്ക് മാത്രമേ ഉള്ളൂ. നല്ല നല്ല ഫീച്ചേഴ്സ്. അതെന്താണെന്നുള്ളത് ക്ലാസ്സിൽ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഈ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതായത് അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഈ അഡ്വാൻറ്റേജസ് എന്തിനില്ല? നിങ്ങളൊരു സാധാരണ പാർട്ട്ണർഷിപ്പ് നടത്തുവാണെങ്കിൽ ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് കിട്ടത്തില്ല. എന്നാൽ നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് നടത്തുവാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സും ഉണ്ട്. കമ്പനിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഈ പാർട്ട്ണർഷിപ്പ് നടത്തിക്കൊണ്ടു പോകാൻ ഭയങ്കര ഫ്ലെക്സിബിളാണ്. ഒരുപാട് നിയമങ്ങളൊന്നും പാലിക്കണ്ട, വലിയ ചിലവും ഉണ്ടാവത്തില്ല. കേൾക്കുന്നുണ്ടോ? അപ്പോൾ പാർട്ട്ണർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നടത്തിക്കൊണ്ടു പോകാൻ ഭയങ്കര ഈസിയാണ്, വലിയ നിയമങ്ങളൊന്നും പാലിക്കാനില്ല. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഫീച്ചേഴ്സ് ഒരുപാടുണ്ടാവും, പക്ഷെ അത് നടത്തിക്കൊണ്ടു പോകാൻ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് കൊണ്ടുവന്ന പുതിയൊരു ബിസിനസ് സ്ട്രക്ചറാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്, LLP. ഓക്കെയാണോ? അതായത് കമ്പനിയുടെ അഡ്വാൻറ്റേജസ്, അതായത് കമ്പനിയുടെ നല്ല നല്ല ഫീച്ചേഴ്സ്, ആ അഡ്വാൻറ്റേജസും എടുത്ത് പാർട്ട്ണർഷിപ്പിൻ്റെ അഡ്വാൻറ്റേജ്, അതായത് അധികം നിയമങ്ങളൊന്നും പാലിക്കേണ്ട, ഫ്ലെക്സിബിൾ ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണെന്നുള്ള അഡ്വാൻറ്റേജ്, ആ അഡ്വാൻറ്റേജും കൂടെ എടുത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഹൈബ്രിഡ് ആയിട്ടുള്ള പുതിയൊരു ഫോം ഓഫ് ഓർഗനൈസേഷൻ, അതാണ് LLP. ഓക്കെയാണോ? അപ്പോൾ കമ്പനികളുടെ അഡ്വാൻറ്റേജസും ഇവിടെ ഉണ്ടാവും, പാർട്ട്ണർഷിപ്പിൻ്റെ അഡ്വാൻറ്റേജസും ഈ LLP തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ LLPയുമായിട്ട് ബന്ധപ്പെട്ട നിയമം, LLP Act 2008, അതിനെക്കുറിച്ചാണ് നിങ്ങളുടെ 12th ചാപ്റ്റർ. പിന്നെ നമ്മൾ പോകുന്നത് അതർ ലോസിലേക്കാണേ. എടാ, ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതായത് 1 മുതൽ 12ാമത്തെ ചാപ്റ്റേഴ്സ് വരെ, ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്നും 70 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് ലാസ്റ്റ് പാർട്ടാണ്, അതർ ലോസ്. അതർ ലോസിനകത്ത് എത്ര ചാപ്റ്റേഴ്സേ ഉള്ളൂ? ആകെ 3 ചാപ്റ്റേഴ്സേ ഉള്ളൂ.
ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്ന് എത്ര മാർക്ക് ക്വസ്റ്റ്യൻ വരുവാടാ? 30 മാർക്ക് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സ് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ ജനറൽ ക്ലോസസ് ആക്ട് എന്ന് പറയുന്ന നിയമമുണ്ട്, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറയുന്ന വേറൊരു ചാപ്റ്ററും ഉണ്ട്. ഇത് രണ്ടും കുറച്ച് ബോറ് ചാപ്റ്റേഴ്സാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇത് 2 ചാപ്റ്ററും നമ്മൾ ഇന്ത്യയിലുള്ള നിയമങ്ങൾ വായിക്കുമ്പോഴേ, നമുക്ക് ഒരുപാട് നിയമങ്ങൾ പഠിക്കാനുണ്ടല്ലോ ഇന്ത്യയിൽ അല്ലേ. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങളും അതുപോലെ നിയമങ്ങൾ വ്യാഖ്യാനം എന്നൊക്കെയാണെന്ന് വെച്ചാൽ ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു ബോട്ടിൽ വെള്ളം, ഈ വെള്ളം പകുതി ഇരിക്കുവാണെന്ന് വെച്ചോ, ഞാൻ ചിലപ്പോൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് പകുതി നിറഞ്ഞിരിക്കുന്നു എന്നായിരിക്കും, പക്ഷെ നിങ്ങൾ ചിലപ്പോൾ വ്യാഖ്യാനിക്കുന്നത് ഇത് പകുതി തീർന്നിരിക്കുന്നു എന്നായിരിക്കും അല്ലേ. അപ്പോൾ ഒരേ കാര്യം തന്നെ 2 പേർക്ക് 2 രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റും. പക്ഷെ നിയമങ്ങൾ അങ്ങനെ പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ കറക്റ്റാണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റേഴ്സിൽ നിയമങ്ങൾ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് റൂൾസും കുറച്ച് തത്വങ്ങളും ഡോക്ട്രിൻസും ഒക്കെയാണ് ഈ 2 ചാപ്റ്റേഴ്സിലും പഠിക്കാനുള്ളത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സാണ്. പഠിക്കാൻ കുറച്ച് ബോറാണെന്നേ ഉള്ളൂ, പക്ഷെ നമുക്ക് ക്ലാസ്സിൽ അത് കവർ ചെയ്തെടുക്കാം. ഓക്കെ, ലാസ്റ്റ് ഫെമ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്. ഈ ആക്ടിനകത്ത് എന്താ പഠിക്കാനുള്ളത്? ഇന്ത്യയിലുള്ള വ്യക്തികളും ഇന്ത്യക്ക് പുറത്തുള്ള വ്യക്തികളും തമ്മിൽ പലതരത്തിലുള്ള ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്യും അല്ലേ. ഇവിടെ നിന്ന് ചിലപ്പോൾ ആളുകൾ അങ്ങോട്ടേക്ക് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, അവിടെ നിന്ന് ചിലപ്പം സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ. അതുപോലെ ഇവിടെ നിന്ന് ആളുകൾ പുറത്തേക്ക് ടൂറ് പോകുന്നുണ്ടാവും, അവിടെ നിന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് ടൂറ് വരുന്നുണ്ടാവും അല്ലേ. ഇവിടെ നിന്ന് ബിസിനസ്സിൻ്റെ ആവശ്യങ്ങളുമായിട്ട് ആളുകൾ പുറത്തേക്ക് പോകുന്നുണ്ടാവും അല്ലേ. ഇവിടെ നിന്ന് ചിലപ്പോൾ പുറത്തുള്ള ഏതെങ്കിലും ഒരാൾക്ക് നമ്മൾ കാശ് കൊടുക്കുന്നുണ്ടാവും, ഇവിടെയുള്ള ആൾ ചിലപ്പോൾ പുറത്തുനിന്ന് ലോൺ എടുക്കുന്നുണ്ടാവും, പുറത്തുള്ള ഒരാൾ ചിലപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ലോൺ എടുക്കുന്നുണ്ടാവും അല്ലേ. ഇങ്ങനെ പലതരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ഇന്ത്യൻസും പുറത്തുള്ളവരും തമ്മിൽ എൻട്രി ചെയ്യുന്നുണ്ട് അല്ലേ. ഈ ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേ? ഫോറിൻ കറൻസിയുടെ റിസർവ്, അതായത് RBIയുടെ കയ്യിലുള്ള ഫോറിൻ കറൻസിയുടെ ഒരു റിസർവ് ഉണ്ട്. ഗ്ലോബലി ഉള്ള ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെ റിസർവ് ഉണ്ട് RBIയുടെ കയ്യിൽ. ആ റിസർവിൽ ചലനങ്ങൾ സംഭവിക്കുകയാണ് ചെയ്യണേ, ശരിയല്ലേ. നമ്മളിവിടുന്ന് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പം ഇത് അവിടെ ഒരാൾ മേടിക്കും, അപ്പോൾ അവിടുത്തെ കറൻസി ഇന്ത്യയിലേക്ക് വരുന്നു, അത് കൺവേർട്ട് ചെയ്ത് നമ്മൾ ഇന്ത്യൻ കറൻസി ആക്കി മാറ്റുന്നു അല്ലേ. അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോഴോ നമ്മൾ ഇവിടെ നിന്ന് ഇന്ത്യൻ കറൻസി കൊടുത്ത് അത് കൺവേർട്ട് ചെയ്ത് അവിടുത്തെ കറൻസിയാക്കി മാറ്റി അവൻ എടുത്തുകൊണ്ട് പോകുന്നു അല്ലേ. അപ്പോൾ ഈ ഇന്ത്യൻസും പുറത്തുള്ളവരും തമ്മിൽ ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്യുമ്പോൾ ഫോറിൻ കറൻസി റിസർവ്സിനെ അതിനെ ഇങ്ങനെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. കേൾക്കുന്നുണ്ടോ? ഈ റിസർവ്സ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമമാണ് ഫെമ. അതിനുവേണ്ടി നമ്മളും പുറത്തുള്ളവരും തമ്മിൽ എൻട്രി ചെയ്യുന്ന ട്രാൻസാക്ഷൻസിനെ ഇവിടെ മാനേജ് ചെയ്യും. കേൾക്കുന്നുണ്ടോ? വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. 10 മുതൽ 12, 13, 14 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ചാപ്റ്ററാണ് ഫെമ. ഓക്കെ, അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പിന്നെ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് പറയുമ്പോൾ ക്ലാസ് ഒരു 20 to 21 ഡേയ്സിൻ്റെ ക്ലാസ് ഉണ്ടാവും. ഓക്കെനാ? ഇതിൽ ആദ്യത്തെ ഒരു 4-5 ദിവസം, മാക്സിമം ഒരു 6 ദിവസം നമ്മൾ കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും പോകുന്നത്. ഫസ്റ്റ് നിങ്ങൾക്ക് അത് ഒരു ബേസിക്സ് ഒക്കെ കിട്ടി ഒരുവിധം ഒന്ന് പരിചയപ്പെട്ട് കമ്പനീസ് ആക്റ്റൊക്കെ ഒരുവിധം ഓക്കെ ആയി വരുന്നത് വരെ നമ്മളൊരു 5 to 6 ക്ലാസ്സസ് കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും പോകുന്നത്. ഈ 5ാമത്തെ 6ാമത്തെ ക്ലാസ് കഴിയുമ്പോഴേക്കും നമ്മൾ പ്രിലിമിനറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഡെഫിനിഷൻസും ഇൻകോർപ്പറേഷൻ ചാപ്റ്ററും 3ാമത്തെ പ്രോസ്പെക്ടേഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസും കവർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഗിയർ ചേഞ്ച് ചെയ്ത് കുറച്ചുകൂടെ നിങ്ങൾക്ക് അപ്പോഴേക്കും നിങ്ങൾ ഏതാണ്ട് ഒരു വിധം സെറ്റാവും. ഈ ഒരു കോർപ്പറേറ്റ് ലോ പഠിക്കാനായിട്ട് നിങ്ങൾ ഒരുവിധം സെറ്റാവും. അപ്പോഴേക്കും നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്ത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് മുകളിലേക്ക് പോകും. അങ്ങനെയാണ് ചാപ്റ്റേഴ്സ് കവർ ചെയ്യുന്നത്. ഒരു ദിവസം 7 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും. ഈ ക്ലാസ്സിൽ തന്നെ ഒരു ദിവസം പഠിപ്പിക്കുന്ന ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ട് വരണം. അത് അടുത്ത ദിവസം വൈകുന്നേരം ആ ദിവസത്തെ ടോപ്പിക്ക് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു 1 hourൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിക്കും. ഓക്കേണോ? അത് നിങ്ങളുടെ വർക്ക് ബുക്കിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മെയിനായിട്ട് ചെയ്യിക്കുന്നത്. ആ ക്വസ്റ്റ്യൻസ് അടുത്ത ദിവസം വൈകുന്നേരങ്ങളിൽ നിങ്ങളെ കൊണ്ട് എഴുതിക്കും. കാരണം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കോൺസെപ്റ്റ്സ് എല്ലാം പ്രോപ്പറായിട്ട് മനസ്സിലാവും. പക്ഷേ എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആൻസർ റൈറ്റിംഗ് ആണ്. അപ്പം മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ തന്നെ ചെയ്യിക്കാനായിട്ട് നോക്കും. പിന്നെ ഫാക്കൽറ്റിയുടെ ഹാൻഡ് ബുക്ക് ഉണ്ടാവും, ഹാൻഡ് ബുക്ക് വെച്ച് പഠിക്കുക. ഹാൻഡ് ബുക്കോ സ്റ്റഡി മെറ്റീരിയലോ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഉപയോഗിക്കാം, രണ്ടും കൂടെ നോക്കാൻ നിൽക്കരുത്, അത്രേ ഉള്ളൂ.
അപ്പോൾ ഹാൻഡ് ബുക്ക് യൂസ് ചെയ്യാം. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മുടെ ട്രിപ്പിൾ തരുന്ന വർക്ക് ബുക്ക് ഉണ്ട്, അത് നോക്കി നമുക്ക് ആൻസേഴ്സ് എഴുതി ഇന്ന് പഠിപ്പിക്കുന്നത് നാളെ പ്രാക്ടീസ് ചെയ്യും, നാളെ പഠിപ്പിക്കുന്നത് മറ്റന്നാൾ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സും കവർ ചെയ്ത് പോകാം. ഓക്കെ. അപ്പോൾ ഓവറോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ധൈര്യമായിട്ട് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക. കോർപ്പറേറ്റ് ലോ പേപ്പർ നമുക്ക് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ. ബൈ. ക്ലാസ്സിൽ അവിടെ വെച്ച് കാണാം.